ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജനസംഖ്യാ ദിന ക്വിസാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോക ജനസംഖ്യാ ദിനം എന്നാണ് ആചരിക്കുന്നത്? ഉത്തരം ജൂലൈ 11. ഏതു വർഷം മുതലാണ് ഐക്യരാഷ്ട്രസഭ ജനസംഖ്യാ ദിനം ആചരിക്കുവാൻ പ്രഖ്യാപിച്ചത്? ഉത്തരം 1989. 2026 ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക, ഇന്നേക്കും ഭാവിക്കും വേണ്ടി. ലോക ജനസംഖ്യാ ദിനം ആചരിക്കാൻ കാരണമായ സംഭവം എന്താണ്? ഉത്തരം ജനസംഖ്യ 5 ബില്യൺ തികഞ്ഞത്. ലോക ജനസംഖ്യാ ദിനം ആചരിക്കാൻ കാരണമായ 5 ബില്യൺ ദിനം എന്നറിയപ്പെടുന്നത് എന്നാണ്? ഉത്തരം 1989 ജൂലൈ 11. ഏത് യുണൈറ്റഡ് നാഷൻസ് ഏജൻസിയാണ് ലോക ജനസംഖ്യാ ദിനം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്? ഉത്തരം UNEPA, യുണൈറ്റഡ് നാഷൻസ് പോപ്പുലേഷൻ ഫണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ലോക ജനസംഖ്യ എപ്പോഴാണ് 8 കോടി കടന്നത്? ഉത്തരം 2022 നവംബർ 15. നിലവിലെ UN പ്രവചനങ്ങൾ പ്രകാരം ലോക ജനസംഖ്യ 90 കോടി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന വർഷം ഏതാണ്? ഉത്തരം 2037. പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? തോമസ് ബെൽറ്റ് മാൽത്തൂസ്. ഡെമോഗ്രാഫി എന്ന പദത്തിലെ ഗ്രാഫി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം വരയ്ക്കുക. ജനസംഖ്യ മനസ്സിലാക്കാൻ ലോകത്ത് നടക്കുന്ന കണക്കെടുപ്പിന് പറയുന്ന പേരെന്താണ്? ഉത്തരം സെൻസസ്. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2018 നടന്നത്? ഉത്തരം 7ാമത്തെ. ജനസംഖ്യയിൽ 3ാം സ്ഥാനത്ത് കിടക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. ലോക ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ചത് എന്നാണ്? ഉത്തരം 1990 ജൂലൈ 11. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഏതാണ്? ഉത്തരം ഓസ്ട്രേലിയ. ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച കുട്ടിയുടെ പേരെന്താണ്? ഉത്തരം ആസ്ത. സെൻസസ് എന്ന പദം രൂപം കൊണ്ടത് ഏതു ഭാഷയിൽ നിന്നാണ്? ഉത്തരം ലാറ്റിൻ ഭാഷയിൽ നിന്ന്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഭൂഖണ്ഡം ഏതാണ്? ഉത്തരം ഏഷ്യ. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് ഏതു വർഷമാണ്? ഉത്തരം 1872. ജനസംഖ്യാ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം ജോൺ ഗ്രൗണ്ട്. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ഉത്തരം ഡെമോഗ്രാഫി. ലോക ജനസംഖ്യ 500 കോടി തികച്ചതായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച കുഞ്ഞിൻ്റെ പേരെന്താണ്? ഉത്തരം മദേജ് ഗാസ്പർ.
നിലവിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം ചൈന. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഉത്തരം വത്തിക്കാൻ സിറ്റി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം സിക്കിം. ലോക ജനസംഖ്യാ ദിനമായി ജൂലൈ 11 ആചരിക്കാൻ നിർദ്ദേശിച്ച വർഷം ഏതാണ്? ഉത്തരം ഡോക്ടർ KC സക്കറിയ. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷം ഏതാണ്? ഉത്തരം 1872. 100 കോടി ജനസംഖ്യയിൽ എത്തിയ ആദ്യ ഭൂഖണ്ഡം ഏതാണ്? ഉത്തരം ഏഷ്യ. ഇന്ത്യയിൽ എല്ലാ പൗരന്മാർക്കും നൽകുന്ന യൂണിറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സവിശേഷമായ തിരിച്ചറിയൽ രേഖ ഏതാണ്? ഉത്തരം ആധാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ്? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ഡൽഹി. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ലക്ഷദ്വീപ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ലോക ജനസംഖ്യാ ദിന ക്വിസ് 2026 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ. Thank you for watching.